ഓക്കെ. അപ്പൊ 3 ടോപ്പിക്സ് ആണ് ബാലൻസ് ഷീറ്റ്, പി ആൻഡ് എൽ, ക്യാഷ് ഫ്ലോ ഇതുവരെ പഠിച്ചത്. അപ്പൊ നമ്മൾ കുറച്ച് റോ ഡാറ്റ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ്, പി ആൻഡ് എൽ, ക്യാഷ് ഫ്ലോ എങ്ങനെ നമുക്കൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അപ്പം മാഡത്തിന്റെ ടേബിൾ ഉണ്ടല്ലോ അല്ലെ, ടേബിൾ സ്ക്രീനിൽ കാണാം. അപ്പൊ അതില് കുറെ ഡേറ്റ വന്നിട്ടുണ്ട്. ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ സ്പെൻഡ് അയക്കുന്ന ഐറ്റംസ് ആണ്, അല്ലെങ്കിൽ അസറ്റ്സ് ആകാം, പിന്നെ എക്സ്പെൻസസ് ആകാം. ക്രെഡിറ്റ് സൈഡിൽ എപ്പോഴും ഒന്നെങ്കിൽ ഇൻകം ആകാം, അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം ലയബിലിറ്റീസ് ആകാം. അതാണ് ഈ ടേബിളിൽ ടോട്ടൽ, പിന്നെ രണ്ടും കൂടെ ടാലി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഡാറ്റയാണ് നമ്മുടെ റോ ഡാറ്റ ആണുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ ഈ സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ പി ആൻഡ് എൽ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇതുപോലെ ഒരു ഫോർമാറ്റ് ഒന്ന് വരച്ചു വെച്ചോ. ബാലൻസ് ഷീറ്റിന്റെ ആണെങ്കിൽ ഫോർമാറ്റ് ഇങ്ങനെ, ഇത് പി ആൻഡ് എല്ലിന്റെ ഒരു ഫോർമാറ്റ് ആണ്. ഒരു പി ആൻഡ് എൽ അക്കൗണ്ട്, പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ്. ഇതൊന്ന് റോ ആയിട്ട് ഒന്ന് വരച്ചു വെച്ചു, കുറച്ച് സ്പേസ് കൊടുത്ത്. ലെഫ്റ്റ് സൈഡിൽ എക്സ്പെൻസസ്, റൈറ്റ് സൈഡിൽ ഇൻകം. എക്സ്പെൻസസ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, വേജസ്. പിന്നെ നമുക്ക് നോക്കാം ടേബിളിലുള്ള ഡാറ്റ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ അവസാനം ഗ്രോസ് പ്രോഫിറ്റ് വരും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് പിന്നെ സാലറി, പിന്നെ അതുള്ള അഡ്മിൻ എക്സ്പെൻസ്, ബാക്കി നോക്കാം എന്തൊക്കെയാ വരുന്നത്. അവസാനം നമുക്ക് ഫൈനൽ ഫിഗർ കിട്ടും. പിന്നെ ഇവിടെ സെയിൽസ് ഒരു ഇൻകം ഉണ്ട്. പിന്നെ എന്തെങ്കിലും അതർ ഇൻകം വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ എഴുതും. അതർ ഇൻകം നോക്കാം, ടേബിളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ബിസിനസ് ഇൻകം അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഇൻകം കിട്ടി അതുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇൻകം സൈഡ് കംപ്ലീറ്റ് ആകും. പിന്നെ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ടേബിൾ വരച്ച് ലയബിലിറ്റീസ്, അസറ്റ്സ്. ലയബിലിറ്റീസിൽ ഇക്വിറ്റി വരും, പിന്നെ നോൺ കറന്റ് ലയബിലിറ്റി, ടേം ലോൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ലോങ് ടേം ലോൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ കറന്റ് ലയബിലിറ്റീസ്. അസറ്റ് സൈഡിൽ നോൺ കറന്റ് അസറ്റ്സ്, കറന്റ് അസറ്റ്സ്. വരച്ചിട്ടേ. ഓക്കെ, ഒരു റഫ് ടേബിൾ വരച്ചല്ലോ. അപ്പൊ നമ്മൾ ഇനി ഡാറ്റയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ എളുപ്പത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഏത് ഡാറ്റ ഏത് സ്റ്റേറ്റ്മെന്റിൽ, പി ആൻഡ് എൽ ആണോ അതോ ബാലൻസ് ഷീറ്റിലാണോ പോകേണ്ടത്, അത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ എവിടെ പോകേണ്ടത്? ഷെയർ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ ലയബിലിറ്റി. വെരി ഗുഡ്. അപ്പൊ അത് ബാലൻസ് ഷീറ്റിലാണ്, ലയബിലിറ്റീസിൽ പോവും. അപ്പൊ നമ്മള് ഇതെടുത്ത് നോക്കിയാൽ നമ്മുടെ ലയബിലിറ്റീസിൽ ഇക്വിറ്റി എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിന്റെ താഴെ തന്നെ ഷെയർ ഹോൾഡർ ക്യാപിറ്റൽ എന്ന് എഴുതാം. എത്രയാണ് എമൗണ്ട്? 90,000. 90,000. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അസറ്റ്. ബാലൻസ് ഷീറ്റിൽ പോകും. ഏത് ടൈപ്പ് ഓഫ് അസറ്റ് ആണ്? നോൺ കറന്റ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് എഴുതാം. എമൗണ്ട് എത്രയാണ്? 31,480. 31,480. 31,480. ഓക്കെ. ഇനി നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അതും സെയിം തന്നെ. സെയിം 14,270. നോൺ കറന്റ് അസറ്റ്സിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി 14,270. ഫർണിച്ചർ എത്ര എമൗണ്ട്? 1250. 1250. ഓക്കെ. പിന്നെ ഫർണിച്ചറും ബാലൻസ് ഷീറ്റ്. ഇപ്പൊ ക്യാരേജ് ഇൻവേർട്സ് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണിത്. ഫാക്ടറിയിലോട്ട് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ അതാണ് ക്യാരേജ് ഇൻവേർട്സ് എന്ന് പറയുന്നത്. ഫാക്ടറിയിലോട്ട് വരുന്ന സാധനങ്ങൾ. അപ്പൊ അത് ഇവിടെ പോകും. ഇതൊരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസസ് എവിടെ കാണിക്കേണ്ടത്? ബാലൻസ് ഷീറ്റിലാണോ പി ആൻഡ് എല്ലിലാണോ?
P&L ആണ്. P&L ഇപ്പൊ ഇനി നമ്മൾ നോക്കേണ്ട ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ എന്നാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് മേളിൽ എഴുതുന്നത്, ഇൻഡയറക്റ്റ് ആണ്. പറഞ്ഞു മാഡം. ഡയറക്റ്റ്. ഡയറക്റ്റ് ഫാക്ടറി ലെവലിൽ നടക്കുന്നതെല്ലാം ഇതിൽ വരുന്നതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇപ്പൊ ക്യാരേജ് ഇൻവേർട്സ് എന്ന് പറയുമ്പോൾ എത്ര രൂപയുണ്ടത്? ക്യാരേജ് ഇൻവേർട്സ് 370. ഇപ്പൊ ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കും 4370. ഓക്കെ, നെക്സ്റ്റ് അതായി വേജസ്. ഇതെവിടെ കാണിക്കും? വേജസ് എന്താണ് എക്സ്പെൻസ് ആണ്, പക്ഷെ അത് നോൺ വേജസ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് ആയിരിക്കും. അല്ല, വേജസ് P&L പോവും, എക്സ്പെൻസ് ആണ്. പക്ഷെ അത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? അതായത് ഫാക്ടറി ലെവലിലാണോ? ഡയറക്റ്റ് അല്ലേ? അല്ല, അതിലാണ് വ്യത്യാസം. നമ്മൾ സാലറീസ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. വേജസ് എന്ന് പറഞ്ഞാൽ ആ ഫാക്ടറി ലെവലിൽ ഡയറക്റ്റ് ലേബറിന് പേ ചെയ്യുന്നതെല്ലാം നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസേഴ്സ് ആണ്. ഓക്കെ, അതർ സാലറീസ് ആയിട്ട് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് പിന്നീട് റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പല കൺവെൻഷൻസ് ആക്കാം. നോർമലി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വേജസ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ P&L തന്നെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പം P&L ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നോക്കുമ്പോൾ 21470. 2470. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഉള്ളത് സാലറീസ്. സാലറീസ് എവിടെ പോവും? എക്സ്പെൻസ് തന്നെ P&L തന്നെ പോവും. ഇപ്പൊ സാലറീസ് ഇവിടെ ഞാൻ ഗ്രോസ് പ്രോഫിറ്റ് ഇൻഡയറക്റ്റ്, നോൺ ഓപ്പറേറ്റിംഗ് അല്ലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, നോൺ ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെ, അതായത് മെയിൻ ബിസിനസ്സിന് അല്ലാത്ത റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പം വേറെ എന്തെങ്കിലും എക്സ്പെൻസ് വന്നാൽ അതിനെയാണ്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്, പക്ഷെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഗ്രോസ് പ്രോഫിറ്റിൽ ഇത് റെഡ്യൂസ് ചെയ്യത്തില്ല, നെറ്റ് പ്രോഫിറ്റ് ചെയ്യാൻ നേരത്തെ റെഡ്യൂസ് ചെയ്യും. സാലറീസ് നമ്മൾ എത്ര കാണിച്ചേക്കുന്നത്? 4670. അപ്പൊ 4670 ഇവിടെ കാണിക്കും. ഓക്കെ, പിന്നെ സാലറീസ് ആയി. ബാഡ് ഡെബ്സ് പ്രൊവിഷൻ. പ്രൊവിഷൻ ആണ്. പ്രൊവിഷനിങ് നമ്മൾ നാളത്തേക്ക് ഇതിനു വേണ്ടി മാറ്റി വെക്കുന്ന പൈസയാണ്. പ്രൊവിഷനിങ് എപ്പോഴും നമ്മൾ ഒരു കറന്റ് ലയബിലിറ്റി ആയിട്ടാണ്, അതായത് അടുത്ത ഒരു വർഷത്തേക്കാണ് നമ്മൾ പ്രൊവിഷൻ മാറ്റി വെക്കുന്നത്. അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ലോസ് വരും എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഇപ്പോഴേ പൈസ മാറ്റി വെക്കുവാണ്. അത് ആക്ച്വൽ എക്സ്പെൻസ് അല്ല, പക്ഷെ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുവാണ്. അപ്പൊ പ്രൊവിഷൻസ് എപ്പോഴും നമ്മൾ കറന്റ് ലയബിലിറ്റിയിലാണ് കാണിക്കുന്നത്. പ്രൊവിഷൻസ് എപ്പോഴും കറന്റ് ലയബിലിറ്റിയിൽ കാണിക്കും. പ്രൊവിഷൻ ഫോർ ടാക്സ് ആവാം, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്സ് ആവാം. ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് കറന്റ് ലയബിലിറ്റിയിൽ കാണിക്കും. 2470 ആണ്. അപ്പം കറന്റ് ലയബിലിറ്റിയിൽ 2470. മാഡം വേണം ബാക്കി ഒന്ന് ആഡ് ചെയ്തോ. ബാക്കി ആ ടേബിൾ ഉണ്ടോ കയ്യിൽ? വേറെ പെൻ ഒന്നും വർക്ക് ആവുന്നില്ല. ബാക്കി ടേബിളിൽ നിന്നുള്ള. ഓക്കെ സാർ, നമ്മൾ ആക്ച്വലി ഇന്ന് ചെയ്യുന്നത് P&L ബാലൻസ് ഷീറ്റും ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഒരു റോ ഡാറ്റ തന്നാൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതിൽ നിന്ന് നമ്മൾ ഇപ്പൊ ഇതാണ് ഈ ടേബിൾ. സാറിന് വാട്സപ്പ് ഇട്ടിട്ടുണ്ട്, ഒരു ടേബിൾ അയച്ചിട്ടുണ്ട്. ഇതാണ് ആ ടേബിൾ. ഇതില് കുറെ ഡാറ്റ തന്നിട്ടുണ്ട്, ഡെബിറ്റ്സും ക്രെഡിറ്റ്സും. ഡെബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ കാണുന്ന ഒന്നെങ്കിൽ അസറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ആയിരിക്കും. അസറ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്ലാസിഫൈ ചെയ്യും, എക്സ്പെൻസ് ആണ് P&L ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ഡാറ്റ എടുത്തിട്ട് ഇതുപോലെ രണ്ട് ഫോർമാറ്റ് ഉണ്ടാക്കി. ഇത് P&L ഒരു ഫോർമാറ്റ് ആണ്, എക്സ്പെൻസസ്, ഇൻകം. അപ്പൊ P&L ഐറ്റംസ് എല്ലാം ആ ഡാറ്റയിൽ നിന്ന് എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യും. അതുപോലെ ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് നമുക്കറിയാം, ലയബിലിറ്റി, അസറ്റ്സ്. അപ്പൊ അവിടെ റോ ഡാറ്റ എടുത്ത് ഓരോന്നോരോന്ന് നമ്മൾ ഫില്ല് ചെയ്ത് പോവുകയാണ്. ഓക്കെ സാർ, ഇത് ജസ്റ്റ് കേട്ടാൽ മതി മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പം പിന്നീട് റെക്കോർഡിംഗ് ഞാൻ അയച്ചു തരാം. അപ്പൊ വിദ്യാമേഡം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് ബാഡ് ഡെബ്സ് പ്രൊവിഷനിലാണ് നിർത്തിയത്. സെയിൽസ്, ശ്യാം സാറിനോട് ഞാൻ ചോദിക്കാം, സെയിൽസ് എവിടെ? P&L ആണോ ബാലൻസ് ഷീറ്റിലാണോ സർ? സെയിൽസ് എന്ന് പറഞ്ഞ ഫിഗർ P&L ആണ് വരുന്നത്. ഓക്കെ,
സെയിൽസ് വന്നു. ഇനിയും സെയിൽസ് കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട്, സെയിൽ റിട്ടേൺ ഉണ്ട് 1760. അതിന്റെ അർത്ഥം എന്താണ്? അതായത് 91,230 സെയിൽസ് നടന്നിട്ടുണ്ട്. നമ്മൾ ഗുഡ്സ് വിറ്റു, അത്രയും പൈസ സെയിൽസ് കൂടെ പൈസ കിട്ടി. പക്ഷെ അതിൽ റിട്ടേണും വന്നിട്ടുണ്ട്. അതായത് കസ്റ്റമർ റിട്ടേൺ ചെയ്ത, ഇത് സെയിൽ റിട്ടേൺ ഉദ്ദേശിക്കുന്ന കസ്റ്റമർ റിട്ടേൺ ചെയ്തതാണ്. അപ്പൊ കസ്റ്റമർ റിട്ടേൺ ചെയ്ത് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സെയിൽസിൽ ആ പ്രൊഡക്റ്റിൽ എന്ത് പ്രശ്നം കാണും? അപ്പൊ അത്രയും പൈസ നമുക്ക് കിട്ടത്തില്ല, കസ്റ്റമർ തിരിച്ച് പേ ചെയ്യേണ്ടത്. അപ്പൊ അത് റെഡ്യൂസ് ചെയ്യും നെറ്റ് സെയിൽസ് അറൈവ് ചെയ്യാൻ. ഓക്കെ, നെറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ ഈ പൈസയുടെ കുറഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, ഇത് എത്ര വരും? സെയിൽ റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ കസ്റ്റമർ റിട്ടേൺ ചെയ്തതും കൂടെ കുറയ്ക്കണം. 91,230 മൈനസ് 1760. ഇപ്പൊ 89,470 ശരിക്കും നമുക്ക് റിട്ടേൺസ് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് കയ്യിൽ സെയിൽസ് ആയിട്ട് റവന്യൂ വന്നിട്ടുണ്ട്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഈ നെറ്റ് സെയിൽസ് നമുക്ക് കിട്ടി 89,470. അതാണ് നമ്മൾ പി ആൻഡ് എല്ലിൽ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. പി ആൻഡ് എല്ലിൽ സെയിൽസ് എന്ന് ഇൻകം സൈഡ് ചെയ്തിട്ടുണ്ട് 89,470. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം. അപ്പൊ സെയിൽസ് എഴുതി, കവർ ആയിട്ടുണ്ട്. ഓക്കെ, സെയിൽ റിട്ടേൺ നമ്മൾ എഴുതി. ബാങ്ക് ചാർജസ്. ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ ബാങ്കുമായിട്ട് ആ കമ്പനിക്ക് എന്തെങ്കിലും ലോൺസ് ഉണ്ടെങ്കിൽ ബാങ്കിൽ അത് വേണ്ട ചാർജസ്, ചിലപ്പം എന്തെങ്കിലുമൊക്കെ ചാർജസ്, നമ്മുടെ ഇൻസ്പെക്ഷൻ ചാർജസ് ആകാം, പല ചാർജസ് ബാങ്ക് ഡെബിറ്റ് ചെയ്യുന്ന ചാർജസ്. ബാങ്ക് ചാർജസ് 140. ഇത് എവിടെ കാണിക്കും വിദ്യാർത്ഥി? പി ആൻഡ് എൽ ആണ്, ബാലൻസ് ഷീറ്റിലാണ്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. കറക്റ്റ്, അങ്ങനെ കാണിക്കാം. വേണേ പി ആൻഡ് എല്ലിൽ തന്നെ കാണിക്കാം. പി ആൻഡ് എല്ല് സാലറീസിന്റെ താഴെ ഇവിടെ വേണേ ബാങ്ക് ചാർജസ് എന്ന് കാണിക്കാം. ബാങ്ക് ചാർജസ് 140 രൂപ, ഇതൊരു എക്സ്പെൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കോൾ, ഗ്യാസ് ആൻഡ് വാട്ടർ. കോൾ, ഗ്യാസ് ആൻഡ് വാട്ടർ. ശ്യാം സർ, ഇത് എന്താണ്? കോൾ, ഗ്യാസ് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞ എക്സ്പെൻസ് ആയിട്ട് തന്നെയാണ് ഇത് പി ആൻഡ് എല്ലിൽ പോകും. ഇത് എക്സ്പെൻസ് മറ്റേ ഇത് തന്നെ കാണിക്കുന്നത് പി ആൻഡ് എൽ. പി ആൻഡ് എല്ലിൽ കാണിക്കും. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് ആണോ നോക്കുന്നത്, ഫാക്ടറി ലെവലില് പ്രൊഡക്ഷന് വേണ്ടിയുള്ളതാണോ അല്ലയോ നോക്കിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് തീരുമാനിക്കുന്നത്. പ്രൊഡക്ഷൻ ലെവലിൽ വേണ്ടതാണ് കോൾ, ഗ്യാസ് ആൻഡ് വാട്ടർ, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇതൊക്കെ ഫാക്ടറി ലെവൽ പ്രൊഡക്ഷന് വേണ്ടി വേണ്ടതാണ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് മേളിൽ കാണിക്കും. അതായത് ഗ്രോസ് പ്രോഫിറ്റ് വരുന്ന കാൽക്കുലേഷൻ കാണിക്കും. അപ്പൊ അത് എത്ര രൂപയാണ്? 720. അപ്പൊ 720 ഇവിടെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും, 720. ഓക്കെ, അപ്പൊ ഇത് ഇൻക്ലൂഡ് ചെയ്തു. ഇനി റേറ്റ്സ് ആൻഡ് ടാക്സസ്. ഇപ്പം വേറെ എന്തെങ്കിലും എക്സ്പെൻസസ്, ടാക്സസ് എന്ന് കരുതാം, ടാക്സ് എക്സ്പെൻസ് എന്ന് മാത്രം കരുതാം. അത് എവിടെ കാണിക്കും? പി ആൻഡ് എൽ ആണോ ബാലൻസ് ഷീറ്റിലാണോ? ആ വർഷം പേ ചെയ്ത ടാക്സസ് അത് ഒരു എക്സ്പെൻസ്. അപ്പൊ നമ്മൾ ഇൻഡയറക്റ്റ് ആണ്. അപ്പൊ എമൗണ്ട് എത്രയായിരുന്നു? 400 അല്ല 840. 840. ഇതോടെ ക്ലിയർ ആണോ ഇത്? ഇത്രയും? അതെ. ഓക്കെ, ഇനിയും നമ്മൾ നോക്കുന്നത് വെച്ചാല് ഡിസ്കൗണ്ട് 120 രൂപ. ഈ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് സപ്ലൈ ക്രെഡിറ്റ് ആണ് കാണിക്കുന്നത്. അപ്പം സപ്ലയർ നമുക്ക് തന്ന പൈസ. അപ്പൊ ഇവിടെ നോക്കിക്ക്, നമ്മൾ പർച്ചേസ് എത്ര രൂപയുടെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. പർച്ചേസ്, അതായത് വെൻഡറുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയിട്ടുണ്ട്. വെൻഡറുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നത് 42,160 ആണ് ഈ എമൗണ്ട്, 42,160. അപ്പൊ ഇത് ഒരു എവിടെ പോകും? ഇത് ആദ്യം ഡിസ്കൗണ്ടിന് മുമ്പേ നമ്മൾ ഇത് നോക്കാം, പർച്ചേസ് നോക്കാം. പർച്ചേസ് 42,160. ഇത് ബാലൻസ് ഷീറ്റിലാണോ പി ആൻഡ് എൽ ആണോ? പർച്ചേസ് ഓഫ് ഗുഡ്സ്. പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ്. അപ്പൊ അതൊന്നെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ്. അപ്പൊ ഒന്നെങ്കിൽ എക്സ്പെൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ അസറ്റ് ആണ്. പർച്ചേസ് എന്ന് എഴുതുമ്പോൾ എപ്പോഴും എക്സ്പെൻസ് ആയിട്ട് തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഗുഡ്സ് ആണെങ്കിൽ ഒന്നെങ്കിൽ ഇൻവെന്ററി ആയിട്ട് കാണിക്കും, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ആയിട്ട് കാണിക്കും, അല്ലെങ്കിൽ സ്റ്റോക്ക് ആയിട്ട് കാണിക്കും. അപ്പൊ അതൊന്നും അല്ല, ഇത് പർച്ചേസ് എക്സ്പെൻസ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ ആ വർഷം ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച പൈസ, അപ്പൊ അത് എവിടെ പോകും? പി ആൻഡ് എല്ല്. ഓക്കെ, അപ്പൊ ഇത് പി ആൻഡ് എല്ല് കാണിച്ചു.
P&L ഡയറക്റ്റ് എക്സ്പെൻസിൽ തന്നെ കാണിക്കും നമ്മളിത്. ഉം. പിന്നെ അതിനകത്ത് തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ പർച്ചേസ് റിട്ടേണും കാണിക്കുന്നുണ്ട്. ഓക്കെ, അതെന്തായിരിക്കും പർച്ചേസ് റിട്ടേൺ? പർച്ചേസ് എഴുതി നമ്മൾ, ഇത് കഴിഞ്ഞ് പർച്ചേസ് റിട്ടേൺ എന്തായിരിക്കും? പർച്ചേസ് ചെയ്തതിൽ തിരിച്ചും കൊടുത്തു. അതെ, അതായത് നമ്മള് ഗുഡ്സ് വാങ്ങിച്ചപ്പോൾ നമ്മൾ 42,260 രൂപ 42,260 രൂപയുടെ പർച്ചേസ് ചെയ്തു. പർച്ചേസ് നമ്മൾ ചെയ്തത് 160 രൂപയുടെ സാധനം വാങ്ങി. ദിസ് ഇസ് ആൻ എക്സ്പെൻസ്. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ, അതായത് നമ്മൾ റിട്ടേൺ ചെയ്ത് 8460, അതായത് നമ്മൾ വാങ്ങിച്ച ഗുഡ്സിൽ ശരിയായിട്ട് ഗുഡ്സ് എന്തോ ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സപ്ലയർക്ക് തന്നെ റിട്ടേൺ ചെയ്തു. ഇതിൽ സപ്ലയറിൽ നിന്ന് വരുന്ന പർച്ചേസ് ആണ്. കസ്റ്റമർ ആണ് നമുക്ക് സെയിൽസ് തന്നെങ്കിൽ പർച്ചേസ് സൈഡ് ആരുമായിട്ട് ഡീൽ ചെയ്യുന്നത്? സപ്ലയറുടെ സൈഡുമായിട്ട്. അപ്പൊ സപ്ലയർ നമുക്ക് 42,160 രൂപയുടെ സാധനം തന്നു. അതിൽ ഡിഫക്റ്റീവ് 8460 അത് റിട്ടേൺ ചെയ്തു. അപ്പൊ ആ പൈസ നമുക്ക് സ്പെൻഡ് വന്നിട്ടില്ല, നമ്മൾ റിട്ടേൺ ചെയ്തതാണ് ആ പൈസ. ഓക്കെ, പിന്നെ എന്താ സംഭവിച്ചേക്കുന്നത്? പിന്നെ അയാൾ നമുക്ക് ഇതും സപ്ലയർ ഡിസ്കൗണ്ട് ചെയ്തതാണ്. സപ്ലയർ തന്ന ഡിസ്കൗണ്ട് ആണ് ഇത്, നമുക്ക് 120 രൂപ. അപ്പൊ അതും നമുക്ക് ശരിക്കും എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടില്ല. നമുക്ക് അതും വേണേ കുറയ്ക്കാം, -120. മനസ്സിലായോ ഇത്രയും? അതായത് പർച്ചേസ് ചെയ്യാൻ നമുക്ക് എത്ര രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തതാണ് ബേസിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ 42,160 ഒറിജിനൽ ബില്ല്. പിന്നെ അതിനകത്ത് ഡിസ്കൗണ്ട് തന്നു, ആ എമൗണ്ട് നമ്മൾ കുറച്ചു 120 രൂപ. പിന്നെ അതിൽ നമ്മളെ ഗുഡ്സ് ഡിഫക്റ്റീവ് ആയ പൈസയും റിട്ടേൺ ചെയ്തു. അപ്പൊ ആ പൈസ നമ്മൾക്ക് സ്പെൻഡിങ് വന്നിട്ടില്ല, റിട്ടേൺ ചെയ്തപ്പോൾ അതുകൂടെ കുറച്ചു. അപ്പൊ ഇത് മൂന്നും കൂടാണ് നമ്മുടെ ടോട്ടൽ നമുക്ക് സാധനം വാങ്ങിക്കാൻ പർച്ചേസ് എക്സ്പെൻസ് വന്നേക്കുന്നത്. ഒന്ന് നോക്കാം എത്ര വരുന്നുണ്ടെന്ന്. അപ്പൊ അതാണ് നമ്മൾ ഇനി പർച്ചേസ് കാണിക്കേണ്ടത്. പർച്ചേസ് നമ്മൾ എവിടെ കാണിക്കുന്നത്? P&L കാണിക്കും, എക്സ്പെൻസ് കാണിക്കും. 3 എത്ര മേഡം? 580. ഇത് ക്ലിയർ ആണോ? സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ. പിന്നെ ഡിസ്കൗണ്ട് നമ്മൾ ഇവര് സപ്ലയർ ഡിസ്കൗണ്ട് ആയതുകൊണ്ട് അതുകൂടെ നമ്മുടെ എക്സ്പെൻസിൽ നിന്ന് കുറഞ്ഞു അത്ര. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 3 ഐറ്റം ചെയ്തു. ഇനി ബിൽസ് റിസീവബിൾ, ഇത് എവിടെ പോകും ശ്യാം സാറ്? ബിൽസ് റിസീവബിൾ ആണ്. അതായത് നമ്മൾ തന്നെ P&L ആണോ വരുന്ന വിദ്യമേടം? ഇത് ബിൽസ് റിസീവബിൾസ് എന്ന് പറയുമ്പോൾ, നമുക്ക് കിട്ടിയിട്ടില്ല ആ വർഷം. എവിടെ വരും മേഡം? അസറ്റിലാണ് വരുന്നത്. കറന്റ് അസറ്റ്, അതായത് ബാലൻസ് ഷീറ്റിലല്ല. കൊടുത്തു, പൈസ കിട്ടിയിട്ടില്ല, പക്ഷെ ബില്ല് ജനറേറ്റ് ആയി. അപ്പൊ അത് നമ്മൾ തൽക്കാലം ഒരു അസറ്റ് ആയിട്ട്, ശരിക്കും പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ നമുക്ക് ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ സെയിൽസ് ആകും. ഇത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് ഇൻകം ആയിട്ട് നമ്മൾ P&L ഇൻക്ലൂഡ് ചെയ്യും. പക്ഷെ റിസീവബിൾ ആണ്, ഇതുവരെ കിട്ടിയിട്ടില്ല, 1 വർഷത്തിനുള്ളിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അത് നമ്മൾ എപ്പോഴും അസറ്റ് സൈഡിൽ ബിൽസ് റിസീവബിൾ ആയിട്ട് നമ്മൾ കാണിക്കും. ജസ്റ്റ് ലൈക്ക് ഡെപ്റ്റേഴ്സ് പോലെ തന്നെ സെയിം ഒരു ഡിഫറെന്റ് വേർഡിംഗ് ആണെന്ന് വിചാരിച്ചാൽ മതി. 1270 നമ്മുടെ കറന്റ് അസറ്റ് ആയിട്ട് കാണിക്കും, ബിൽസ് റിസീവബിൾ. ഇനി നെക്സ്റ്റ് ട്രേഡ് എക്സ്പെൻസസ്. ഇത് എക്സ്പെൻസസ് ആണ്, അവർ തന്നെ പറയുന്നുണ്ട്, ട്രേഡ് എക്സ്പെൻസസ്. അപ്പൊ എക്സ്പെൻസസ് എവിടെ പോകും? P&L കാണും, ട്രേഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നു. അപ്പൊ ഇനി ജസ്റ്റ് ഇത് എവിടെ വേണേലും കാണിക്കാം. ട്രേഡ് എക്സ്പെൻസസ് ഇത് സ്പെസിഫൈ ചെയ്തിട്ടില്ല ഫാക്ടറി ലെവൽ ആണോ എന്ന്. നമ്മൾ ഫാക്ടറി ലെവൽ അല്ലെങ്കിൽ അഡ്മിൻ എക്സ്പെൻസ് ആണെങ്കിൽ താഴെ വരും. സപ്പോസ് നമുക്ക് ഈ ഉറപ്പില്ലാത്തതുകൊണ്ട് സപ്പോസ് ഇവിടെ തന്നെ കാണിക്കാം, ട്രേഡ് എക്സ്പെൻസസ് എന്ന് കാണിക്കാം. 1950 ട്രേഡ് എക്സ്പെൻസ് നമുക്ക് ഫാക്ടറി ലെവൽ ആണെങ്കിൽ നമ്മൾ മേളിൽ കാണിക്കും, ഇല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ഇവിടെ കാണിക്കും. എനിവേ സപ്പോസ് ഇവിടെ കാണിച്ചു ട്രേഡ് എക്സ്പെൻസ് 1950. ഇനിയും എന്താ ബാക്കിയുള്ള? ഡെപ്റ്റേഴ്സ് എവിടെ പോകും ശ്യാം സാറ്?
ഡെപ്റ്റേഴ്സ് ഡെപ്റ്റേഴ്സ് വന്നിട്ട് ബാലൻസ് ബാലൻസ് ഷീറ്റിലാണ് ഷീറ്റിലാണ് വരുന്നത്. ബാലൻസ് ഷീറ്റിലാണ് വരുന്നത്. ആ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതെ. കമ്പനിയുടെ ഡെപ്റ്റേഴ്സ്, അതായത് കമ്പനിക്ക് പൈസ തരാനുള്ളവര്. നമ്മൾ ഇതേ റിസീവബിൾസ് പോലെ തന്നെ സെയിം, നമ്മൾ പൈസ ഗുഡ്സ് അവർക്ക് കൊടുത്തു, അവർ കടം പറഞ്ഞേക്കുവാണ്, അസറ്റ്സ്. അസറ്റ്സിൽ വരും. അതെ നമുക്ക് കിട്ടാനുള്ള ഒരു റൈറ്റ് ആണ് റിസീവബിൾ ആയിട്ട് തന്നെയാണ്. അതുകൊണ്ട് അസറ്റ്സിൽ അതെ 37,800. അതെ. അപ്പൊ 37,800 നമ്മൾ ഇവിടെ കാണിച്ചു. 37,800. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് എവിടെ പോകും വിദ്യ മാഡം? ലയബിലിറ്റി. ലയബിലിറ്റി, ഇതും ബാലൻസ് ഷീറ്റിൽ പോകും. ബാലൻസ് ഷീറ്റിൽ കറന്റ് ലയബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സ്, ഇവരാരാണ്? ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സപ്ലയർ ആണ്, നമുക്ക് പൈസ കൊടുക്കാൻ, നമുക്കാണ് ലയബിലിറ്റി. അപ്പൊ ബിസിനസ്സിന് ലയബിലിറ്റി ഉള്ളവരാണ് ക്രെഡിറ്റേഴ്സ്. ഇപ്പൊ ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 12,170. 12,170. അതിന് മുമ്പ് നമ്മൾ പ്രൊവിഷൻ ഉണ്ടായിരുന്നു. പ്രൊവിഷൻ എത്ര വന്നിട്ടുണ്ട്? പ്രൊവിഷൻ 470. 2470. 2470. ഓക്കെ, അപ്പൊ നമ്മൾ കറന്റ് ലയബിലിറ്റി ആക്കി. ഇനി ക്രെഡിറ്റേഴ്സ് ആക്കി. ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ആ വർഷം സെയിൽ ആകാൻ പോകുന്ന ഐറ്റംസിനെയാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിൽ കാണിക്കുന്നത്. ആ വർഷം ഇത് നമ്മൾ ടിപ്പിക്കലി എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. എപ്പോഴും ഓർത്ത് വെക്കണം, നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ബാലൻസ് ഷീറ്റിൽ സ്റ്റോക്ക് വരും, പക്ഷെ അതൊരിക്കലും ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ല, ക്ലോസിംഗ് സ്റ്റോക്ക്. ആ വർഷം തീർന്നപ്പം, അല്ലെങ്കിൽ മാർച്ച് 31 ആണെങ്കിൽ ആ ക്വാർട്ടറോ ആ വർഷം തീർന്നപ്പോൾ എത്ര ബാക്കിയുണ്ട്, അതാണ് ഇൻവെന്ററി ആയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എപ്പോഴും P&L ആണ് കാണിക്കുന്നത്. P&L കാണിക്കാൻ കാരണം ആ വർഷത്തെ ചെലവിൽ വരാൻ പോകുന്ന ഐറ്റം ആണ് അത്. അതിൽ നിന്നാണ് നമ്മൾക്ക് വിൽക്കാൻ പോകുന്നത്. അപ്പൊ അതൊരു എക്സ്പെൻസ് ആയിട്ട് തന്നെ. ഇപ്പൊ നമ്മളൊരു ബേക്കറി ആണെങ്കിൽ ആ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ എത്ര കേക്ക് റെഡി ആയിരിപ്പുണ്ട് അന്നത്തെ സെയിൽസിന്, അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ വിറ്റ് പോകുന്നത്. അപ്പൊ അതൊരു നമ്മുടെ എക്സ്പെൻസ് ആയിട്ട്, ആ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് തന്നെ വരും. അത് ഓർത്ത് വെക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് എപ്പോഴും നമ്മൾ P&L പോകും. ഇനി ഇൻട്രസ്റ്റ്, ഇത് ക്രെഡിറ്റ് ആണ് കാണിക്കുന്നത്. ഇൻട്രസ്റ്റ് ഡെബിറ്റും ആകാം ക്രെഡിറ്റും ആകാം. ഇത് പക്ഷെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അപ്പം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുമ്പോൾ അത് ഇൻകം ആയിട്ട് വരും. നമുക്ക് ഒരു അഡീഷണൽ ഇൻട്രസ്റ്റ് ഇൻകം വല്ലതും കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ അത് 500 ആണ്. ഇൻകം നമ്മൾ കാണിക്കുന്നത് P&L ആയിരിക്കും. P&L അതർ ഇൻകത്തിൽ നമ്മൾ ഇത് കാണിക്കും. ഇൻട്രസ്റ്റ് ഇൻകം 500. നമുക്ക് സെയിൽസ് ഉണ്ടായിരുന്നു, സെയിൽസ് മെയിൻ ഇൻകം, അത് ഇവിടെ കാണിച്ചു. അതർ ഇൻകം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും, 500 rupees. ഓക്കെ, ഇതാണ് ഒരു നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത്. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് ഇത്, ഇൻട്രസ്റ്റ് ഇൻകം. ഇതാണ് ഓപ്പറേറ്റിംഗ് ഇൻകം. ഏതാണെന്ന് ചോദിച്ചാൽ സെയിൽസിൽ നിന്ന് കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് ഇൻകം. ഇൻട്രസ്റ്റ് ആയി. ഇനി ഫയർ ഇൻഷുറൻസ്, ഇതെവിടെ കാണിക്കണം? ഫയർ ഇൻഷുറൻസിന്റെ എക്സ്പെൻസ് ആണ്. അപ്പൊ ഇത് P&L പോവും. ഫയർ ഇൻഷുറൻസ് അത് ഇൻഡയറക്റ്റ് ആയിട്ട് കാണിക്കാം. ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നതിന്റെ പൈസ ആയിരിക്കും. ആ വർഷം 490 രൂപയുടെ ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ട്, 490. ഓക്കെ, പിന്നുള്ളത് ക്യാഷ്, ബാങ്ക് ബാലൻസ്. ക്യാഷ് എവിടെ കാണിക്കും ശ്യാം സാറ്? ബാലൻസ് ഷീറ്റിൽ പോകും. ബാലൻസ് ഷീറ്റിൽ ബാങ്ക് ബാലൻസും ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഇത് രണ്ടും ക്യാഷ് ആൻഡ് അതെ. ബാങ്ക് ബാലൻസ് രണ്ടും കൂടെ. അസറ്റ് സൈഡില് കറന്റ് അസറ്റ് ആണോ ഫിക്സഡ് അസറ്റ് ആണോ? കറണ്ട് അസറ്റ് കാണിക്കും. കറന്റ് അസറ്റില് രണ്ടും കൂടെ ടോട്ടൽ ഞാൻ എഴുതുവാണ്. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ബാങ്ക് ബാലൻസ് എന്ന് പറയുമ്പോൾ 13,890 രണ്ടും കൂടെ ആഡ് ചെയ്തു 13,890. ഇപ്പൊ എല്ലാം നമ്മുടെ കവറായി, ബാക്കിയില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ. ഇനി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്ന് പറയാമോ? കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. എക്സ്പെൻസ് കിട്ടി, സെയിൽസും കിട്ടി, ഇൻകം കിട്ടി, റവന്യൂ കിട്ടി. ഇപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് റവന്യൂ മൈനസ് എക്സ്പെൻസ്, അല്ലെങ്കിൽ ഇൻകം മൈനസ് എക്സ്പെൻസ്. ടോട്ടൽ നെറ്റ് സെയിൽസ്, നമ്മുടെ നെറ്റ് സെയിൽസ് 89,470 ആണ്. അതിൽ നിന്ന് നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം മൈനസ് ചെയ്യുക.
എത്ര വരുന്നത്? ട്വന്റി സിക്സ് 420 കുറച്ചു, പിന്നെ പർച്ചേസ് ചെയ്ത് 33,580 കുറച്ചു. 3110 ആണോ? എത്രയാണ്? 3110 ആണോ? അതായത് 33,580. ആദ്യം 89,470 സ്റ്റോക്ക് ഇതിൽ നിന്നാണ് നമ്മൾ കുറയ്ക്കുന്നത്. 3110. ആണോ? ശ്യാം സാറിന് അതാണ് കിട്ടിയേക്കുന്നത്. കേട്ടോ 89,470 മൈനസ് 30. ആദ്യം 26,420 കുറച്ചു. ആ 420 മൈനസ് 33,580 മൈനസ് 21,470 മൈനസ് 4,370 മൈനസ് 720. ഒന്നുകൂടി നോക്കാം. ഇത് അവിടെ എനിക്ക് 2910 വരുന്നത്. ടു നയൻ വൺ സീറോ അതന്നെ 2910 എനിക്കും കിട്ടി കേട്ടോ. 2910 ആ വിദ്യാഭ്യാസം. ഓക്കെ ഓക്കെ 2910. 2910. ഓക്കെ, അപ്പൊ ഞാൻ ഗ്രോസ് പ്രോഫിറ്റ് ഇത്രയും ഉണ്ട്. ഇതാണ് എക്സ്പെൻസ് നിന്ന് റവന്യൂവിൽ നിന്ന് എക്സ്പെൻസ് പോയപ്പോൾ ഇത്രയും കിട്ടി 2910. അപ്പൊ അതിന് ഞാൻ ഈ റൈറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ നമുക്ക് റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ക്രെഡിറ്റ് ആയിട്ട് വന്നേക്കുന്നത്. 2910 പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് വന്നു. അതർ ഇൻകം നേരത്തെ കാണിച്ച 500. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് എത്ര വരും? 2910 ഇത് 3,410. ഓക്കെ, ഇത്രയാണ് നമുക്ക് ടോട്ടൽ ഇൻകം വരുന്നത്. ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ്, ഇതാണ് ഓപ്പറേറ്റിംഗ് ഇൻകം ഗ്രോസ് പ്രോഫിറ്റ്. പിന്നെ അതിൽ നിന്ന് അതർ ഇൻകം വരുന്നത് ഇൻട്രസ്റ്റ് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പം ടോട്ടൽ ഇൻകം വരുന്നത് 3,410. ഇനി അതിൽ നിന്ന് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം കുറച്ച് പോവാം. ഇതെല്ലാം കൂടെ 3,410 കുറയ്ക്കുക. 3,410 ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ട്രേഡ് എക്സ്പെൻസ് 4,670, സാലറീസ് കുറച്ചു, ബാങ്ക് ചാർജസ് 140 രൂപ കുറച്ചു, ടാക്സസ് 840 രൂപ കുറച്ചു, പിന്നെ ഫയർ ഇൻഷുറൻസ് 490 കുറച്ചു. 4,680. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വരുന്നത്? നെഗറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പൊ അതൊരു ലോസ് ആയിട്ടാണ് വരുന്നത് ശരിക്കും. -46, ഞാൻ ബ്രാക്കറ്റിൽ എഴുതുവാണ്, 4680 ആണ് നമുക്ക് നെറ്റ് വരുന്നത്. രണ്ടും കൂടെ കേട്ടില്ല വിദ്യാണി? ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ലോസ് ആണ് ഈ കേസിൽ വന്നേക്കുന്നത്, പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ നോക്കൂ, ഗ്രോസ് പ്രോഫിറ്റ് ലെവലില് ചെറുതായിട്ട് പ്രോഫിറ്റബിൾ ആണ്, പക്ഷെ നെറ്റ് പ്രോഫിറ്റ് വരുന്നില്ല, പകരം ലോസ് ആണ് വരുന്നത്. ലോസ് ഈസ് 4680. ഓക്കെ, ക്ലിയർ ആണോ? EPL ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ബേസിക്കലി പഠിച്ച്, എന്നിട്ട് അറേഞ്ച് ചെയ്യുക എങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് ശ്യാം സാർ ഓക്കെ അല്ലേ? ഓക്കെ ബാലൻസ് ഷീറ്റിലോട്ട് വരാം. ബാലൻസ് ഷീറ്റിൽ നിന്ന് ടോട്ടൽ അസറ്റ്സ് ലയബിലിറ്റി ആഡ് ചെയ്ത് പറയാം എത്ര വരുന്നുണ്ടെന്ന്. അസറ്റ്സ് ആഡ് ചെയ്യാം ആദ്യം. ഫിക്സഡ്, നോൺ കറന്റും കറന്റും. 31,480 പ്ലസ് 14,270 പ്ലസ് 1,250 പ്ലസ് 1,270 37,800 13,890. അസറ്റ് സൈഡില് 99, ടോട്ടൽ വരുന്നത് 99,960. ഇനി ലയബിലിറ്റി എത്ര വരുന്നുണ്ട്? 90,000 പ്ലസ് 2,470 പ്ലസ് ക്രെഡിറ്റ് 1,00,000. എത്ര വരുന്നുണ്ട്? 1,04,640. ഓക്കെ, ഇപ്പൊ ശരിക്കും അസറ്റ്സും ലയബിലിറ്റി മാച്ച് ചെയ്യേണ്ടതാണ്. ഒരു മിസ്മാച്ച് വന്നിട്ടുണ്ട് ഇല്ലേ? എത്ര രൂപയാണ് മിസ്മാച്ച് എന്ന് നോക്കാമോ? 4,680.
ലോസ് എത്രയാണോ അത്. കറക്റ്റ്. അപ്പം ലയബിലിറ്റി സൈഡില് അപ്പൊ നമ്മള് ശ്യാം സാറിന് കണ്ടോ മിസ്മാച്ച് വരുന്ന കണ്ടോ രണ്ടും തമ്മിൽ അസറ്റ്സും ലയബിലിറ്റീസും കണ്ടു 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 ഡിഫറൻസ് കണ്ടു എത്രയാണ് പറഞ്ഞത്? കറക്റ്റ്. 4680 അല്ലേ? 4680 4010 4610 4680 80. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മുടെ ലോസ് എത്ര ആയിരുന്നു? ലോസ് 4680. അപ്പൊ അത് തന്നെ, അതുകൊണ്ടാണ് ആ ഗ്യാപ്പ് വരുന്നത്. അപ്പൊ നമ്മള് എപ്പോഴും പി ആൻഡ് എൽ ഇവിടെ ഒരു അക്കൗണ്ട് കൂടെ ഉണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ട് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ആ വർഷത്തെ പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ ആഡ് ചെയ്യും. ലോസ് ആണെങ്കിൽ അത്രയും ഡെബിറ്റ് ആകും. ലോസ് ആണെങ്കിൽ അത്രയും ഡെബിറ്റ് വരും. അതായത് നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന്, ഈ ക്യാപിറ്റൽ ആണ്, ക്യാപിറ്റലിൽ നിന്ന് അത്രയും പൈസ ഡെബിറ്റ് ആകും, ഇറോഡ് ആകും, ക്യാപിറ്റൽ കുറയും. എത്ര ലോസ് ഉണ്ടോ അതെല്ലാം ക്യാപിറ്റലാണ് അബ്സോർബ് ആകുന്നത്. അപ്പം ആ ലോസ് നമ്മൾ നികത്തുന്ന ക്യാപിറ്റലിൽ ഡെബിറ്റ് ചെയ്തിട്ടാണ്. 4680 ഇവിടെ ഡെബിറ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് 99,960 വരുന്നത്. അതേസമയം ഇവിടെ പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ ഇത് ആഡ് ആകും. പി ആൻഡ് എൽ അക്കൗണ്ടിൽ റിസർവ്സിലോ അല്ലെ ക്യാപിറ്റലിലോ അത് ആഡ് ആകും. ലോസ് ആകുമ്പോൾ ബ്രാക്കറ്റിൽ കാണിച്ചത് ഡെബിറ്റ് ചെയ്യും. അപ്പൊ അത്രയും കുറഞ്ഞിട്ടുണ്ട് ഇക്വിറ്റി അല്ലെ ക്യാപിറ്റലിൽ നിന്ന്. അങ്ങനെയാണ് ഇത് ടാലി ആയി ഫൈനലി രണ്ട് സൈഡിലും 99,960 വരുന്നത്. ബാലൻസ് ഷീറ്റും ടാലി ആയി. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ടോട്ടലി റോ ഡാറ്റ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇതിനെ ഒരു സാധാരണ ട്രയൽ ബാലൻസ് എന്നാണ് ഇങ്ങനത്തെ ഒരു ഡാറ്റ. ഒത്തിരി അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഡീപ്പായിട്ട് പോകുന്നില്ല. ട്രയൽ ബാലൻസ് എന്ന് പറയും. ഇങ്ങനെ ഒരു ബാലൻസ് ആണ് ട്രയൽ ബാലൻസ്. അത് റോ ഡാറ്റയാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ഡാറ്റ എടുത്ത് കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത്, ഇപ്പൊ ഇതിപ്പോ നമ്മൾ കസ്റ്റമർ നമ്മളോട് പറയുകയാണ് ആ വർഷം ഇത്രയും ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടെന്ന് പറയാൻ, നമുക്കൊരു റോ ഡാറ്റ കസ്റ്റമർ എന്നാലും നമുക്ക് അയാളുടെ കയ്യിൽ നിന്ന് ഉള്ള ഡാറ്റ വെച്ച് കറക്റ്റ് ഡാറ്റ ആണെങ്കിൽ അതിൽ നിന്ന് പി ആൻഡ് എല്ലും ബാലൻസ് ഷീറ്റും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അത് ഈ റൂൾസ് പ്രകാരം ക്ലാസിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് ടാലി ആകും. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ശ്യാം സർ ഒരു ടോപ്പിക് ഫുള്ളി മിസ് ആയിട്ടുണ്ട് സാറിന്റെ. അത് ഇതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഓക്കെ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിരുന്നു. നമുക്ക് പറ്റുവാണെങ്കിൽ ഒന്നുകൂടെ റീഡു ചെയ്യാം. അപ്പൊ ഇത് ജസ്റ്റ് നാളെ ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ഫോട്ടോ ഞാൻ ഓൾറെഡി വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ഇതിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ക്യാഷ് അക്കൗണ്ട് സമ്മറി ആണ് ഈ തന്നേക്കുന്നത്. നേരത്തെ നമ്മൾ റോ ഡാറ്റ തന്നേക്കുന്ന പോലെ ഇത് ഒരു റോ ഡാറ്റയാണ്. എന്തിന്റെ റോ ഡാറ്റ എന്ന് ചോദിച്ചാൽ ഒരു ക്യാഷ് പൊസിഷൻ ആ വർഷം ബിസിനസ്സിൽ എന്തൊക്കെ വന്നു, ക്യാഷ് ഇൻഫ്ലോ എവിടുന്ന്. 2 എന്ന് പറയുന്നതെല്ലാം ഇൻഫ്ലോ ആയിരിക്കും. 2 എന്ന് എഴുതുന്ന ഇൻഫ്ലോ ആണ്, ക്യാഷ് ഇൻഫ്ലോ വന്നത്. ബൈ എന്ന് എഴുതുന്ന ഔട്ട്ഫ്ലോ ആണ്. അപ്പൊ ഇത് ക്യാഷ് പൊസിഷൻ കാണിക്കുന്ന ഒരു ഡാറ്റയാണ്, റഫ് ഡാറ്റ, റോ ഡാറ്റയാണ്. അപ്പൊ ഇതിന് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നാളെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇതൊരു ഇൻഫ്ലോ പോവാം. ഇൻഫ്ലോ വരുന്നത് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ബാങ്ക് ബാലൻസ്, ബി എഫ് എന്ന് പറഞ്ഞാൽ ബ്രോഡ് ഫോർവേഡ്, കഴിഞ്ഞ വർഷത്തെ ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടോ അതുപോലെ ബാങ്ക് ബാലൻസ് ഫോർവേഡ് ചെയ്തു. ആ വർഷം സ്റ്റാർട്ട് ആയപ്പോൾ കമ്പനിക്ക് 5000 രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ പുതിയതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്തു. കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇക്വിറ്റി റേസ് ചെയ്തു. അപ്പൊ അവർക്ക് ഷെയർ കൊടുത്തു, പകരം കസ്റ്റമേഴ്സ് അവർക്ക് പൈസ തന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു ക്യാഷ് 30,000 വന്നു. പിന്നെ ഗുഡ്സ് സോൾഡ്, ഇത് സെയിൽസിൽ നിന്ന് അവർക്ക് കിട്ടിയ പൈസയാണ്. 2,80,000 രൂപയുടെ സാധനം വിറ്റു. ഇപ്പൊ ക്യാഷ് ആയിട്ട് തന്നെ എല്ലാം ക്യാഷ് ആണ്. ഇതില് വേറെ റിസീവബിൾസ് പേയബിൾസ് നമ്മൾ കോൺസെപ്റ്റ് ഇല്ല. ക്യാഷ് ആയിട്ട് കിട്ടിയത് മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം 2,80,000 സാധനം വിറ്റതിന്റെ ക്യാഷ് സെയിൽസ് ആയിട്ട് കിട്ടി. പിന്നെ എന്തോ അവരുടെ ഫിക്സഡ് അസറ്റ് എന്തോ ഉണ്ടായി, ചിലപ്പോൾ ഫർണിച്ചർ ആവാം, പഴയ മെഷീനറി, അത് അവർ വിറ്റ് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും കുറച്ച് വന്നു, ഇൻഫ്ലോ വന്നു. ക്യാഷ് ഇൻഫ്ലോ ആണ് ഇത്രയും. ഇക്വിറ്റി റേസ് ചെയ്തു. ഇക്വിറ്റി റേസ് കമ്പനീസ് ഇപ്പൊ IPO ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇക്വിറ്റി നമ്മൾ ഷെയർസ് വാങ്ങിക്കും, പകരം കമ്പനിക്ക് പൈസ കൊടുക്കും. അങ്ങനെ ഇക്വിറ്റി റേസ് ചെയ്ത് ഇപ്പൊ IPO എന്ന് സപ്പോസ് പറയാം, IPO പോയപ്പോൾ അവർക്ക് പൈസ കിട്ടി 30,000. അങ്ങനെ ടോട്ടൽ 3,25,000 രൂപയുടെ ഫ്ലോ വന്നിട്ടുണ്ട്. ഇനി ഔട്ട്ഫ്ലോ ആ വർഷം നടന്നേക്കുന്നത് സപ്ലയർ, ഗുഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞ് സപ്ലയർക്ക് 2,00,000 രൂപ നെഗറ്റീവ് ഔട്ട്ഫ്ലോ ആണ് ഇതെല്ലാം. അപ്പൊ ആ പൈസ പോയി. പിന്നെ കമ്പനിയിൽ പുതുതായിട്ട് മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിച്ചു. അപ്പൊ അതിന് 20,000 രൂപ സ്പെൻഡ് ചെയ്തു. പിന്നെ കമ്പനിക്ക് കുറെ ലോൺസ് ഉണ്ടായിരുന്നു, അതിന്റെ പ്രിൻസിപ്പളിലോട്ട് പൈസ അടച്ചു. ലോൺ റിപ്പേയ്മെന്റ് 30,000 രൂപ. പിന്നെ ഓവർ ഹെഡ്, വേജസ്, ബിൽസ്, അതർ ഫാക്ടറി എക്സ്പെൻസസ്, ഇതെല്ലാം കൂടെ ആ വർഷത്തെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് സ്പെൻഡ് ചെയ്ത പൈസയാണ്. ഇത് 20,000 രൂപ ഔട്ട്ഫ്ലോ ആയി. പിന്നെ ആ വർഷത്തെ സാലറി എംപ്ലോയീസിന് പേ ചെയ്തു. ഇതും
ഔട്ട്ഫ്ലോ ആണ്. പിന്നെ ടാക്സേഷൻ പൈസ പേ ചെയ്തു, ഡിവിഡൻഡ് പേ ചെയ്തു, ഇതെല്ലാം പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതായത് 5000 തുടങ്ങി ബാങ്ക് ബാലൻസ് വർഷം അവസാനിച്ചപ്പോൾ 15,000 ആയി ഇല്ലേ? ഔട്ട്ഫ്ലോ കഴിഞ്ഞ് ഞാൻ നെറ്റ് ഇവിടെ കാണിക്കുന്ന ബാക്കി എത്ര ഉണ്ടെന്ന് വെച്ചാൽ 15,000 രൂപ ബാക്കിയുണ്ട് ബാങ്ക് ബാലൻസ്. ക്യാഷ് അതാണ് അടുത്ത വർഷം ക്യാരി ഫോർവേഡ് LCF ക്യാരി ഫോർവേഡ് അടുത്ത വർഷം. ബാങ്ക് ബാലൻസ് തുടങ്ങിയപ്പോൾ 5000, അവസാനിച്ചപ്പോൾ 15,000. ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. എങ്ങനെ ഈ 5000 15,000 ആയിട്ട് മാറി, ക്യാഷ് പൊസിഷൻ 5000 എന്നുള്ളത് 15,000 ആയിട്ട് മാറി, ഇത് നാളത്തെ ഇതിൽ കാണും. ഈ ഡാറ്റ നമ്മൾ ഉപയോഗിച്ച് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാണിക്കും. ഓക്കെ, ടോട്ടലി ക്രിയേറ്റ് ചെയ്യും. വിദ്യ മാഡത്തിന് വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. ക്ലാസ്സിൽ ഏതായാലും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇന്ന് ബാലൻസ് ഷീറ്റും P&L പഠിച്ചു, നാളെ ക്യാഷ് ഫ്ലോ നോക്കാം. ഓക്കെ, നിർത്താം. അപ്പൊ ഇന്നത്തെ കഴിയാതായി. ഓക്കെ ഓക്കെ.